നിലവിൽ നമുക്ക് കാണാൻ കഴിയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലൂടെയാണ് തരൂരിന് ഇവിടേക്ക് വരാൻ കഴിയുന്നത്. ചുറ്റുംപുറം നിറയെ പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട്. തരൂർ വാഹനത്തിലേക്ക് കയറി വാഹനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ CPM പ്രവർത്തകരെ മറ്റൊരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കൂടി നിൽക്കുന്ന UDF പ്രവർത്തകർ തരൂരിന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ശശി തരൂർ വാഹനത്തിലേക്ക് കയറുന്നു. തരൂർ ഇവിടെ നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന CPM പ്രവർത്തകരും മറുഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളി ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ വാഹനങ്ങൾ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്ന അടക്കം തടസ്സപ്പെട്ടിരിക്കുന്നു. എന്തായാലും തരൂർ വാഹനത്തിലേക്ക് കയറിയിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഇത് കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തരൂരിന്റെ വാഹനം ഇനിയും ഈ CPM പ്രവർത്തകരടക്കം കൂടി നിൽക്കുന്നതിന് മുന്നിൽ കൂടി വേണം കടന്നു പോകാൻ. പക്ഷേ UDF പ്രവർത്തകർ ശശി തരൂരിന് പിന്തുണയുമായി ശശി തരൂരിന്റെ വാഹനത്തിന് ഒപ്പമുണ്ട്. പോലീസുകാർ കൃത്യമായി ഇടപെട്ട് ആളുകളെ വഴിയിൽ നിന്ന് മാറ്റി അവിടേക്ക് കടന്നു പോകുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. പക്ഷേ തരൂരിന്റെ വാഹനത്തിന് ചുറ്റും കൂടി നിന്ന് ഇപ്പോഴും UDF പ്രവർത്തകർ തരൂരിന് പിന്തുണ അർപ്പിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു. മറുഭാഗത്ത് പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നിലവിൽ ഒരു സംഘർഷത്തിലേക്ക് നേരത്തെ ഉണ്ടായതുപോലെ നേർക്കുനേറുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഈ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയും. ഈ വാഹനം ഇപ്പോൾ ഇതുവഴി പതിയെ കടന്നു പോവുകയാണ്. മറു സൈഡിൽ നിന്ന വാഹനങ്ങൾ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകുന്നതിനും ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിനാൽ തന്നെ ഈ വാഹനം കുടുങ്ങിക്കിടക്കുന്നു. തരൂരിന്റെ വാഹനം വിഴിഞ്ഞത്ത് ഹാർബറിന് മുന്നിലായി കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെ പറയാം. ഈ പ്രവർത്തകർ തരൂരിന് മുദ്രാവാക്യം വിളിച്ച് ആ വാഹനത്തിന് പിന്നാലെ പോവുകയാണ്. ഇരു കൂട്ടരും തമ്മിൽ കൂട്ടിമുട്ടുന്ന അവസ്ഥ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. സംഘർഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി വലിയ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഒരു സംഘർഷ അവസ്ഥ ഉടലെടുത്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കൂടി നിൽക്കുന്ന പ്രവർത്തകരെയും മറ്റും ഈ തരൂരിന്റെ വാഹനം കടന്നു പോകുന്നതിനൊപ്പം തന്നെ ആ വാഹനത്തിനൊപ്പം നടന്നു നീങ്ങുകയാണ് മറ്റ് പ്രവർത്തകരും. ഈ അവിടെ നിന്നിരുന്ന CPM പ്രവർത്തകർ നിന്നിരുന്ന സ്ഥലത്ത് കൂടി CPM പ്രവർത്തകരുടെ മുന്നിൽ കൂടി ഈ വാഹനം ഇപ്പോൾ അല്പദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർ ഇപ്പോഴും ഈ തരൂരിന്റെ വാഹനത്തിന് പിന്നാലെ പോവുകയാണ്. വലിയ സുരക്ഷാ സന്നാഹവും തരൂരിനായി ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഒരു സംഘർഷം ഉണ്ടായ സ്ഥിതിക്ക് തൊട്ട് സമീപ പ്രദേശങ്ങളിലുള്ള ബൂത്തിലെ ആളുകളെല്ലാം തന്നെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ. അമൽ, എന്തായാലും ശശി തരൂരിന്റെ വാഹനം സുഗമമായി പോകുന്നു എന്ന് വേണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ. പ്രവർത്തകർ പിന്നാലെ ഉണ്ടായിരുന്നു, പക്ഷേ വാഹനം മുന്നോട്ട് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.